കൺസ്ട്രക്ടർ. ഓക്കെ, അതായത് നമുക്ക് ഏതൊരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഇനീഷ്യലൈസ് ചെയ്യാനും പോസിബിളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പോസിബിളാണ്. അതായത് എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ, അതായത് അതിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഒരു 2 ബൈറ്റ് മെമ്മറി എക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യും. അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ 10 എന്നുള്ള വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് ഇനീഷ്യലൈസേഷൻ, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതിലേക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യലും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ആൻ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. Constructor is a special type of method that is used to initialize an object of a class when it is created. Okay. നോക്കാം. A constructor initializes an object immediately upon creation. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ന്യൂ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ടറിന് ചില പെക്യുലാരിറ്റീസ് ഉണ്ട്. അതായത് കൺസ്ട്രക്ടർ ഹാവ് ദി സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡാണെന്ന് പറഞ്ഞു അല്ലേ. കൺസ്ട്രക്ടർ ഈസ് എ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഒരു മെത്തേഡ് തന്നെയാണ്, ഒരു മെത്തേഡ് തന്നെയാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ peculiarity, അതായത് ഇറ്റ് ഹാസ് ദി സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ്. ഇറ്റ് ഹാസ് ദി സെയിം നെയിം, ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ്. ഏത് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ കൺസ്ട്രക്ടറിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ നെയിം തന്നെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ക്ലാസ് ഡെമോ ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഡെമോ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറിൻ്റെ നെയിമും എന്തെന്നെ ആയിരിക്കണം? ഡെമോ തന്നെ, ഡെമോ എന്നുള്ള പേരിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ കൺസ്ട്രക്ടറും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഹാസ് നോ റിട്ടേൺ ടൈപ്പ്, ഈവൻ വോയിഡ്, നോ റിട്ടേൺ ടൈപ്പ് ഈവൻ വോയിഡ്. അതായത് ഈ ഒരു കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല. അതായത് വോയിഡ് എന്നുള്ള റിട്ടേൺ ടൈപ്പ് പോലും ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ റിട്ടേൺ ചെയ്യുന്നത് ആ ക്ലാസ് ടൈപ്പ് തന്നെയാണ്. ഈ ഒരു ക്ലാസ് ടൈപ്പ് തന്നെയാണ് കൺസ്ട്രക്ടർ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ടൈപ്പ് സെയിം ക്ലാസ് ടൈപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് റിട്ടേൺ ടൈപ്പ് കൊടുക്കാത്തത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് പബ്ലിക്. കൺസ്ട്രക്ടർ പബ്ലിക് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് ഈസ് പബ്ലിക്. കാരണം ഇറ്റ് ക്യാൻ സോ ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ഫ്രം എനിവേർ ഇൻ ദി പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ
A constructor initializes an object immediately upon creation. It has the same name as the class in which it resides, and syntactically it is similar to method. It is similar to a method. It is a special type of method. ഓക്കെ അപ്പോൾ മെത്തേഡ് ആണെങ്കിൽ അത് ആ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോഴാണല്ലേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. കൺസ്ട്രക്ടറിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൾ ചെയ്യാൻ കഴിയില്ല. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്ലാസ്സിൻ്റെ ഓക്കെ. Once defined, the constructor is automatically called immediately after the object is created before the new operator completes. അതായത് നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഇപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെത്തേഡിനെ കോൾ ചെയ്യുകയാണ്. പക്ഷേ കൺസ്ട്രക്ടർ കോൾ ആവുന്നത് ഓട്ടോമാറ്റിക്കലി ആണ്. കൺസ്ട്രക്ടറിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൾ ചെയ്യാൻ കഴിയില്ല. കൺസ്ട്രക്ടർ കോൾഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദി ന്യൂ കീവേഡ്. നമ്മൾ ന്യൂ യൂസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കോളായിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂ ഓപ്പറേറ്ററിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ട് ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ ഇനീഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കൺസ്ട്രക്ടർ ഹാസ് നോ റിട്ടേൺ ടൈപ്പ്, നോട്ട് ഈവൻ വോയിഡ്. That is because the implicit return type of the class constructor is the class itself. Constructor does not have a return type. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, the constructor does not have a return type. Okay, it is the constructor job to initialize the internal state of an object so that the code creating an instance will have a fully initialized usable object immediately. അപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. കൺസ്ട്രക്ടർ ഈസ് എ special type of method which is used to initialize the object of a class. Okay, then it has the same name as that of the class, and it does not have a return type, even void. It is public, and it is used to initialize the object of a class. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നോക്കുക, ക്ലാസ് ബോക്സ്, നമ്മളുടെ ക്ലാസ് ബോക്സ് പ്രീവിയസ് എക്സാമ്പിളിലൊക്കെ ഉള്ള ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ദെൻ ഡബിൾ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്, 3 വേരിയബിൾസ് ഡിക്ലെയർഡ്. ഓക്കെ, ദെൻ ഈ ബോക്സിൻ്റെ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തതാണ് ഇത്. ബോക്സിൻ്റെ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തതാണ്. നോക്കുക, ബോക്സ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇറ്റ് ഈസ് എ കൺസ്ട്രക്ടർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ്. ഇറ്റ് ലുക്ക് ലൈക്സ് എ മെത്തേഡ് അല്ലേ. ഒരു സാധാ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്? റിട്ടേൺ ടൈപ്പ് കൊടുക്കും. റിട്ടേൺ ടൈപ്പ് സാധാ ഒരു മെത്തേഡ് ആണെങ്കിൽ റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ദെൻ പാരാമീറ്റർ ലിസ്റ്റ്, ദെൻ മെത്തേഡിൻ്റെ ഡെഫിനിഷൻ, ക്ലോസിംഗ് ബ്രേസ്, ഓപ്പൺ ബ്രേസ്, മെത്തേഡ് ഡെഫിനിഷൻ, ക്ലോസിംഗ് ബ്രേസ്, ഇത്രയാണ്. പക്ഷേ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. വോയിഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. പിന്നെ നെയിം ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നത്, മെത്തേഡിന് നെയിം ഉണ്ടാവും, കൺസ്ട്രക്ടറിന് നെയിം ഉണ്ടാവും. പക്ഷേ ക്ലാസ്സിന് എന്ത് നെയിമാണോ, ക്ലാസ്സിൻ്റെ നെയിം എന്താണോ അത് തന്നെ ആയിരിക്കണം കൺസ്ട്രക്ടറിൻ്റെ നെയിം. വേറൊരു നെയിമും കൊടുക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ടർ ആവില്ല. ഒരു കൺസ്ട്രക്ടറിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ നെയിം, ഇവിടെ ബോക്സ് അല്ലേ നെയിം, അപ്പം അതേ നെയിം തന്നെ ആയിരിക്കണം കൺസ്ട്രക്ടറിൻ്റെ നെയിം. ഓക്കെ, ദെൻ
ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം. അതായത് 2 ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ട് മെയിനായിട്ട്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും രണ്ടാമത്തെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഓക്കെ, ഇനി അതിലെന്ത് ചെയ്തിട്ടുണ്ട്, എന്തിനാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്? ടു ഇനീഷ്യലൈസ് ദ വേരിയബിൾസ് ഓഫ് എ ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ വേരിയബിൾസിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ്, കൺസ്ട്രക്ടറിൻ്റെ കോഡ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ ആകും. അപ്പം വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് എന്ന് പറഞ്ഞ 3 വേരിയബിൾ ആണുള്ളത്. അതിന് 10 എന്നുള്ള വാല്യൂ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു സാധാ വോളിയം എന്ന് പറഞ്ഞൊരു വേറൊരു മെത്തേഡ് ഉണ്ട് ഈ ക്ലാസ്സിൽ. വോളിയം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. നേരത്തെയൊക്കെ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ തന്നെ അത് വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. വോളിയം ഈസ് എ നോർമൽ മെത്തേഡ്, സോ ഇറ്റ് ഹാസ് റിട്ടേൺ ടൈപ്പ് ഡബിൾ. ഓക്കെ, അത്രയാണ് ക്ലാസ് ബോക്സ്. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ മെയിൻ ക്ലാസ് ആണ്, ക്ലാസ് ബോക്സ് ഡെമോ 6. ഡെമോ 6 എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെയിൻ ക്ലാസ്സിൻ്റെ നെയിം. ബോക്സ് ഡെമോ 6 ആണ്. ദെൻ അതിൽ മെയിൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. ഇനി നമ്മൾ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ബോക്സ് my box 1 equal to new box. my box 2 equal to new box എന്ന് പറഞ്ഞ് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് എപ്പോഴാണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് my box 1 equal to new box എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ന്യൂ ബോക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ന്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ മെമ്മറിയിൽ ഏതൊക്കെ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുകയും ചെയ്യും. ന്യൂ ബോക്സ് എന്ന് പറയുമ്പോൾ നേരെ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് നേരെ അതിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. കൺസ്ട്രക്ടറിൽ എന്താ ഉള്ളത്? വിഡ്ത്ത് ഈക്വൽ ടു 10, ഹൈറ്റ് ഈക്വൽ ടു 10 ആൻഡ് ഡെപ്ത്ത് ഈക്വൽ ടു 10. 3 വേരിയബിൾസും ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് യൂസിങ് വാല്യൂ 10. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, റിട്ടേൺ ചെയ്ത് വരുന്നു. എന്നിട്ട് ഈക്വൽ ടു ആ ഒരു മെമ്മറിയുടെ അഡ്രസ്സ് my box 1, അതായത് ഇത് my box 1 എന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് വേരിയബിൾ ആയിരിക്കും ഇതിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ my box 1 എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൽ 10 എന്ന് പറഞ്ഞ് വാല്യൂ അസൈൻ ചെയ്യും. അതായത് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ my box 2 equal to new box എന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ബോക്സ് 2ന് വേണ്ടിയിട്ട് 3 മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ദെൻ ആ ന്യൂ ബോക്സ് സെയിം കൺസ്ട്രക്ടറിലേക്ക് തന്നെയാണ് വീണ്ടും കോൾ ചെയ്യുന്നത്. വീണ്ടും ആ ബോക്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് തന്നെയാണ് വീണ്ടും പോവുക. അപ്പോൾ അവിടെയും 10 എന്നുള്ള സെയിം വാല്യൂ വെച്ചിട്ട് തന്നെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ക്ലാസ്സിൻ്റെ എത്ര ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ഇനീഷ്യൽ വാല്യൂ സെയിം ആയിരിക്കും.
ഓക്കെ, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണെങ്കിൽ നമ്മൾ 100 ഒബ്ജക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 100 ഒബ്ജക്ട്സിൻ്റെയും ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് സെയിം വാല്യൂ ആയിരിക്കും. എല്ലാ ഒബ്ജക്റ്റിനെയും ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഈ 10 10 10 എന്നുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ ഡിഫറെൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യൽ പോസിബിൾ അല്ല. എല്ലാ ഒബ്ജക്റ്റിനും സെയിം വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഒബ്ജക്റ്റിനെയും സെയിം വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. വോളിയം, വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും ഓക്കെ, അത് പറഞ്ഞതാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വോളിയം എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഡബിൾ വോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം കോൾ ചെയ്ത് ആ കിട്ടുന്ന വോളിയം വോൾ എന്ന് പറഞ്ഞ ഈ ലോക്കൽ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. നെക്സ്റ്റ് ആ വോളിയം പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് വോൾ ഈക്വൽ ടു മൈ ബോക്സ് 2 ഡോട്ട് വോളിയം. ദെൻ അതിൻ്റെ വോളിയം പ്രിൻ്റ് ചെയ്യും. പക്ഷേ രണ്ടും സെയിം വാല്യൂ ആയിരിക്കും, കാരണം സെയിം വാല്യൂ വെച്ചിട്ടല്ല ഇനീഷ്യലൈസ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അതായത് നമുക്ക് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം ഒന്നും കൂടെ. ഫസ്റ്റ് ബോക്സ് മെയിനിലേക്കാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, മെയിനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഈക്വൽ ടു മൈ ബോക്സ് 1 ഈക്വൽ ടു ന്യൂ ബോക്സ്. അപ്പോൾ ന്യൂ ബോക്സ് പറയുമ്പോൾ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിലുള്ള വേരിയബിൾസിനൊക്കെ മെമ്മറി, വിഡ്ത്തിന് മെമ്മറി ഉണ്ട്, ഹൈറ്റിനുണ്ട്, ഡെപ്തിനുണ്ട്. നെക്സ്റ്റ് ന്യൂ ബോക്സ് എന്ന് പറഞ്ഞത് അത് എക്സിക്യൂഷൻ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ഉടനെ തന്നെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. കൺസ്ട്രക്ടറിലെല്ലാം 10 വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, 10 10. ഓക്കെ, നെക്സ്റ്റ് ആ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്ത കൺസ്ട്രക്ടറിൻ്റെ ഈ ക്ലോസ് ബ്രേസ് കാണുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എവിടെ നിന്നാണോ കോൾ ചെയ്തത്, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുന്നല്ലേ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തത്, അങ്ങോട്ട് തന്നെ തിരിച്ച് വരും. ദെൻ അതിൻ്റെ പേര് ഈക്വൽ ടു മൈ ബോക്സ് 1 എന്നുള്ളതാവും, മൈ ബോക്സ് 1. അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മൈ ബോക്സ് 2 ഈക്വൽ ടു ന്യൂ ബോക്സ് പറയുമ്പോൾ മൈ ബോക്സ് 2ന് വേണ്ടിയിട്ട് വീണ്ടും ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. മൈ ബോക്സ് 2ന് വേണ്ടിയിട്ട് അതും 10 സെയിം, കാരണം ഇവിടെ നിന്നും സെയിം കൺസ്ട്രക്ടറിലേക്കാണ്. ആ കൺസ്ട്രക്ടറിൽ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും 10 വെച്ചിട്ട് തന്നെയാണ് ഇനീഷ്യലൈസ് ചെയ്തത്. ഓക്കെ, 10. അത് മൈ ബോക്സ് 2 ആണ്. മൈ ബോക്സ് 2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒബ്ജക്റ്റാണ് 10 10 10 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡബിൾ വോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ വേരിയബിൾ. നെക്സ്റ്റ് വോൾ ഈക്വൽ ടു മൈ ബോക്സ് 1 ഡോട്ട് വോളിയം. മൈ ബോക്സ് 1 യൂസ് ചെയ്ത്, ഇതാണ് മൈ ബോക്സ് 1. ഇത് യൂസ് ചെയ്തിട്ട് വോളിയം എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യും. ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടുന്ന് നേരെ ഈ വോളിയം എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡിലേക്ക്. ആ വോളിയത്തിൽ എന്താ ചെയ്യുന്നത്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത്. അപ്പോൾ ഏത് വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്ത് ആ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം ആണ് കോൾ ചെയ്തത്. മൈ ബോക്സ് 1 ഡോട്ട് വോളിയം. മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും 10 10 10. അത് 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് കണ്ടിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ ഈ വോൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്യും, റിട്ടേൺ. ഓക്കെ, അപ്പോൾ വോളിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്, 10 ഇൻറ്റു വോളിൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഇവിടെ ഒരു വോൾ ഉണ്ടല്ലേ, 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1000 ഡബിൾ ആയതുകൊണ്ട് 1000.0. ഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുക. ഓക്കെ, അടുത്തത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് വോളിയം ഈസ് വോൾ എന്ന് പ്രിൻ്റ് ചെയ്യും. അടുത്തത് ദെൻ മൈ ബോക്സ് 2 ഡോട്ട് വോളിയം ഈസ് ഈക്വൽ ടു മൈ ബോക്സ് 2 ഡോട്ട് വോളിയം. അപ്പോൾ മൈ ബോക്സ് 2 വെച്ചിട്ട് വോളിയത്തിന്, പക്ഷെ മൈ ബോക്സ് 2ലും വാല്യൂസ് എന്താ തന്നെയാണ് 10 10 10 അല്ലേ. മൈ ബോക്സ് 2നെ നമ്മൾ 10 10 10 വെച്ചിട്ട് തന്നെ ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 ഇൻറ്റു 10 1000 തന്നെ ആയിരിക്കും. ആ 1000 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അത് ഈ വോളിയത്തിൽ സ്റ്റോർ ചെയ്യും, ദെൻ അത് പ്രിൻ്റ് ചെയ്യും.
ഓക്കെ, ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ടിൽ ഈ കൺസ്ട്രക്ടർ ബോക്സ് എന്ന് വരാൻ കാരണം എന്താ, ഈ കൺസ്ട്രക്ടറിൽ 10 എന്ന് പിന്നെ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് മുന്നേ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രിൻ്റ് അതായത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ട് ഈ ഒരു കൺസ്ട്രക്ടറിലേക്ക് വരും. എന്നിട്ട് ആ കൺസ്ട്രക്ടറിലുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിംഗ് ബോക്സ്. അപ്പോൾ ആ കൺസ്ട്രക്റ്റിംഗ് ബോക്സ് അതുപോലെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡാണ്. അപ്പം മെത്തേഡിൽ നമുക്ക് എന്തെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറ്റും, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൺസ്ട്രക്ടറിലും നമുക്ക് എഴുതാം കേട്ടോ. കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിലും, പക്ഷേ എനി സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദി കൺസ്ട്രക്ടർ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉള്ള സ്റ്റേറ്റ്മെൻറ്റോ എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഏതൊരു മെത്തേഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഈ ഒരു ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ വി ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഡെപ്ത്ത് എന്ന് കൊടുത്ത് വെച്ചാൽ എററൊന്നുമില്ല. സാധാരണ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് ഇനീഷ്യലൈസ് ചെയ്യാൻ മാത്രമാണ് മാത്രം. പക്ഷേ കാരണം അത് കോൾ ചെയ്യുന്നത് എപ്പോഴാണ്, ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കോൾ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ്.